വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 20 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ, ശത്രുവിനോട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ, ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ചേർന്ന് രാജാവ് യുദ്ധം ചെയ്യുന്നതിന് മുൻപ് തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ശകലമാണ് 20 സങ്കീർത്തനം. ഒന്നുകൂടി പറയാം, യുദ്ധത്തിന് ഒരുമ്പെട്ട് നിൽക്കുന്ന, യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന, ഒരു പക്ഷേ വലിയ സ്തോത്രം ഒരുക്കങ്ങളൊക്കെ സാമൻ ചെയ്ത് അവൻ ശത്രുപക്ഷത്ത് വലിയ വെല്ലുവിളിയൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ, ശക്തിയോടെ അഭിഷേകത്തോടെ രാജാവ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ആ രാജാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞഴക്കുന്ന ഒരു അധ്യായമാണ് 20 അധ്യായം. എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ഈ സങ്കീർത്തനം പാടും. പാടിയിട്ട് ദാവീദ് രാജാവിന് ആശംസകൾ നേരും. എന്താണ് ആശംസകൾ നേരുന്നത്? ജയത്തിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്, യുദ്ധവിജയം ദൈവം നിനക്ക് തരും, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അവൻ നിനക്ക് നൽകി തരും. അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന, ഒരു യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന രാജാവിന് ആശംസ സങ്കീർത്തനമായി അവർ പാടുന്ന ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അതുകൊണ്ട് തന്നെ 20 സങ്കീർത്തനത്തിന് 4ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും ദൈവം നിവർത്തിക്കട്ടെ. ഈ ഉപവാസത്തിന്റെ ഈ രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. ഞാൻ അതിങ്ങനെ പറഞ്ഞിട്ട് ആ ദൂതിലേക്ക് വരാം. ബൈബിള് പുതിയ നിയമ യാക്കോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ പാപിക്കേണ്ടതിന് മീതെ പാപിച്ചുയരാതെ നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക നിമിത്തം ദൈവം തരത്തില്ല. ഒന്നുകൂടി പറയാം, അവൻ നമ്മുടെ ഭോഗങ്ങൾ ചിലവിടേണ്ടതിന് ജഡീകമായ ആഗ്രഹങ്ങൾ ദൈവം തരുമെന്നല്ല ഇതിന്റെ അർത്ഥം. പകരം ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും ദൈവകൃപയ്ക്കും അനുസരിച്ച് പ്രയോജനപ്പെടും ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഈ ആരാധനാലയത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങളോട് അരുളപ്പാട് പറയുന്നു, നിന്റെ നല്ല ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു വലിയവനായ ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അവൻ എന്നാൽ അടുത്ത സങ്കീർത്തനം 21 സങ്കീർത്തനം അതിന്റെ 2ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നീ അവന് നൽകി, അവൻ ങ്ങളുടെ ആലോചന ദൈവം നിഷേധിച്ചില്ല. അതിന്റെ 21ന്റെ 2ാം വാക്യത്തിൽ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവം അവന് നൽകി. ഈ രാത്രിയിൽ പരിശുദ്ധ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ദൂതനോട് പ്രതികരിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവില് ചലിക്കുന്നുണ്ട്. ഈ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവജനത്തോടും പറയുന്നു, അത് നന്മയ്ക്കായി, അത് ദൈവവചനത്തിന് അടിസ്ഥാനമായി ദൈവത്തിനും ദൈവഹിത പ്രകാരമുള്ള നിന്റെ ആഗ്രഹത്തെ സാധ്യമാക്കാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. ശക്തിയോടെ ആ കരമുയർത്തി വന്ന ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ അടുത്ത ചിന്തയിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആ തിരുവചനം ഒരു ദൂതായി നിങ്ങളോട് പങ്കുവെക്കാം. എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിക്കയില്ല, എന്നാൽ ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവഹിതമായ ഒരാഗ്രഹം ഒരു ദൈവഭക്തനുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെയാണ് ദൈവം സാധിപ്പിക്കുന്നത്. ശക്തിയോടെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവമക്കളെ, ഈ വചനത്തിനകത്ത് ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ വളരെ ആഴമായി പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എവിടെയാണ് ആഗ്രഹം ആരംഭിക്കുന്നത്? ഈ പുസ്തകത്തിനകത്ത് ആഗ്രഹങ്ങളുടെ ആരംഭം ഒരു പക്ഷെ ചോദിച്ചാൽ പലരും ഇങ്ങനെ പറയും, പക്ഷേ ആഗ്രഹം ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ ആഗ്രഹം ആരംഭിച്ചു എന്നാണ് മിക്കവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു പക്ഷെ നോക്കിയാൽ അതങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരല്പം കടന്ന് അല്പം മുന്നോട്ട് വന്ന് ഞാൻ ആ
ദൂത് ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, ആദാമ്യ ആമൻ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ ആഗ്രഹം വരുന്നതിന് മുൻപേ മറ്റൊരാഗ്രഹം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതാരെന്നറിയണ്ടേ? ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ആമൻ ചിറക് വിരിച്ച് രാപ്പകൽ ആരാധന ലീഡ് ചെയ്ത കെരൂബായ ഒരു ലൂസിഫർ ഉണ്ട്. അവന്റെ അകത്ത് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായി. എങ്ങനെ ആഗ്രഹം വന്നു എന്നറിയണ്ടേ? 24 hours 24 മണിക്കൂർ ലക്ഷോപലക്ഷം കോടാനി കോടി ദൂതന്മാർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഗ്ലോറി ആ സിംഹാസനം മുഴുവൻ നിറഞ്ഞ് ഇങ്ങനെ മഹത്വം ചലിക്കുമ്പോ അവൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ചെറുവിരിക്കുന്ന കെരൂബുണ്ടല്ലോ, അവനൊരു കൊച്ചാഗ്രഹം. എന്താണ് അവന്റെ ആഗ്രഹം? ഈ ദൈവ സിംഹാസനത്തിലേക്ക് ഇടിച്ച് കയറുന്ന ദൈവ മഹത്വം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ഈ കയറി വരുന്ന ദൈവമഹത്വം, ഈ ദൈവത്തിന് കിട്ടുന്ന ഈ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവനൊരാഗ്രഹം. എന്നിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല, അവൻ അവിടെ ഇരുന്നു കൊണ്ട് ചിലത് പ്രഖ്യാപിക്കാൻ തുടങ്ങി. നോക്കിക്കേ, ദൈവം ഇരിക്കുന്ന ഈ സിംഹാസനത്തിലേക്ക് കയറി വരുന്ന ഈ ദൈവത്തിന് മഹത്വമില്ലേ, ഇതിനെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് കയറി ഞാൻ പിടിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല, വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുക. ദൈവത്തിന് കിട്ടുന്ന ഈ ഗ്ലോറി, ദൈവത്തിന് കിട്ടുന്ന ഈ മഹത്വം ദൈവത്തിനേക്കാൾ ഒരുപടി മുകളിലേക്ക് കയറിയാൽ അല്പം കൂടി കൂട്ടിക്കിട്ടും. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി. യെശയ്യാവിന്റെ പ്രവചനം പറയുക, ഞാൻ ദൈവത്തിന്റെ മീതെ കയറും, അവൻ ഉത്തരദിക്കിൽ ഇരുന്ന് ഞാൻ വാണ് അരുളും. ദൈവിക സിംഹാസനത്തിന് മണ്ടേ ഞാൻ ഇരുന്ന് ഞാൻ അരുളപ്പാട് കൊടുക്കും. യെശയ്യാവിൽ 5 പ്രാവശ്യം ഞാൻ കയറും, ഞാൻ ഇരിക്കും, ഞാൻ അരുളും, ഞാൻ വാഴും എന്ന് 5 തവണ ഹൃദയത്തിൽ ആഗ്രഹിച്ച ലൂസിഫർ വിളിച്ചു പറഞ്ഞു. എന്നാലേ ഇത്ര നാള് എന്റെ മുമ്പിൽ നിന്ന് ആരാധന ലീഡ് ചെയ്ത പാപ ലൂസിഫർ അല്ലേ എന്ന് കരുതി കണ്ണടച്ച് ഒന്ന് തലോടി പോട്ടെ കേട്ടോ, അവൻ ക്ഷമിച്ചു കേട്ടോ എന്ന് പറയാതെ ഇരുവായി തലയുള്ള വാള് കൊണ്ട് അവനെ വെട്ടി താഴേക്കിട്ടു. ഇന്ന് പകൽ രാത്രി ഒരു ദൂത് പറയാ, ഒന്നാമത്തെ ആഗ്രഹം ആരംഭിച്ചത് ലൂസിഫർ ആണ്. അവന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചില്ല, അവനെ ദൈവം വെട്ടി താഴെയിട്ട്. ഇന്ന് രാത്രി ഒരു ദൂത് അറിയണം, എനിക്ക് നിനക്ക് വിരോധമായി നിൽക്കുന്ന പിശാച് വെട്ടുകൊണ്ട് താഴെ വീണവനാ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. മോണിറ്റർ ഒരല്പം കൂടി ഒന്ന് കൂട്ടണേ, അല്പം കൂടി. ഹല്ലേലൂയ. വെട്ടുകൊണ്ട് താഴെ വീണവനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ ദൂതിലേക്ക് വരികയാ. നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിനക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന ശത്രുവുണ്ടല്ലോ, വെട്ടേറ്റ് നിലത്ത് വീണവനാ. ഒരിക്കൽ യേശു തമ്പുരാൻ പറയുക, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഞങ്ങളൊരു വാക്ക് പറയുമ്പോൾ ഇതാ ഭൂത പിശാച് അലറി ഓടുന്നു എന്ന് പറയുമ്പോൾ യേശു പറയുക, കുഞ്ഞുങ്ങളെ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, പകരം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് ആമൻ നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കണം. എന്നിട്ട് പറയുന്നു, സാത്താൻ ആമൻ മിന്നൽ പോലെ നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി അവനെ ഭയപ്പെടരുത്. വെട്ടുകൊണ്ട് മുറിവേറ്റ ഒരന്ധകാര വ്യാപാര ശക്തി ഇന്ന് രാത്രിയുണ്ട്. അവനെ നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് ഈ രാത്രി വിളിച്ചു പറയുന്നു, അവന്റെ ഒരാഗ്രഹവും ഇന്ന് രാത്രിയിൽ സാധിപ്പിക്കയില്ല. വിശ്വസിക്കുന്നവരാ മെമ്പറാ. ഞാൻ ആത്മാവിന്റെ വെളിപ്പാടിൽ ഈ തിരുവചനം അങ്ങ് വ്യാഖ്യാനിക്കുക. ദൈവ പൈതലേ, ദൈവദാസനെ, ദൈവിക കുഞ്ഞുങ്ങളെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഞാനിവിടെ കയറി വന്നപ്പോൾ മുതൽ ആ വർഷിപ്പ് ചെയ്ത ദൈവദാസൻ ഇത് ആവർത്തിക്കുകയാണ്. ഇതൊരു പ്രവചന ശബ്ദമാണ്. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ ഉള്ള അവന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കയില്ല. പോരാ പോരാ പോരാ, അതിന് ഹല്ലേലൂയയല്ല, അത്യുച്ചനാദത്തോടെ ഇന്ന് രാത്രി വേളയിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. നിനക്കെതിരെയോ നിന്റെ കുടുംബത്തിനെതിരെയോ നിന്റെ തലമുറക്കെതിരെയുള്ള ഒരാഗ്രഹത്തെയും ദൈവം സാധിപ്പിക്കയില്ല.
അതിന്ന് രാത്രി ഞാൻ ആത്മാവിൽ അവൻ ക്ലെയിം ചെയ്ത് വിളിച്ചു പറയുന്നു, ദൈവദാസന്മാര് ആ കാലമൊന്ന് ഉയർത്തിയാട്ടെ. എന്നിട്ട് ഇന്ന് രാത്രി വിളിച്ചു പറ, പിശാചേ നിന്റെ ഒരാഗ്രഹം എന്റെ ഇടത്ത് വില പോകത്തില്ല, എന്റെ സഭക്കകത്ത് വില പോകത്തില്ല, എന്റെ കുടുംബത്തിലോ എന്റെ തലമുറയിലോ നിന്റെ ഒരാഗ്രഹവും സംഭവിക്കയില്ല. ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോകാൻ നിർബന്ധിക്കപ്പെടുന്നത് കൊണ്ട് കമ്പി വാക്യം പോലെ പറയാ, അവൻ വെട്ടുകൊണ്ട് താഴെ വീണു, അവൻ അടങ്ങിയിരുന്നില്ല. അവന്റെ ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ ഇതാ താഴേക്ക് വന്ന ആ ലൂസിഫർ ഉണ്ടല്ലോ, ആ സാമ്യ മനുഷ്യരിലേക്ക്, എന്റെ ഭാഷയാകട്ടോ, അവൻ ഇൻജക്ട് ചെയ്തു. എന്താ ഇൻജക്ട് ചെയ്യുന്നറിയണ്ടേ? നിങ്ങൾ ആഗ്രഹിക്ക്, എന്റെ ആഗ്രഹം സാധിച്ചില്ലല്ലോ, എന്നാൽ നിങ്ങൾ ആഗ്രഹിക്ക്. എന്തായിരുന്നു കുഞ്ഞാ നിന്റെ ആഗ്രഹം? എന്റെ ആഗ്രഹം മീതെ കയറാനാ. പക്ഷെ ഞങ്ങൾ എന്താ ആഗ്രഹിക്കണം? നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് മീതെ കയറാനല്ല, അവനെ പോലെയാകാൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, അവനെ പോലെയാകാൻ. പിശാചിന്റെ പരിപാടി നോക്കിക്കേ. ആദ്യം അവൻ കേറാൻ ആഗ്രഹിച്ചു, അത് വെട്ടിയെന്നറിഞ്ഞപ്പോൾ ആദാമിനോട് ഹവയോട് പറയുക, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകാൻ പോകുക. ഓ, ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ഞാൻ അടുത്ത ദൂത പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ ഒരു ഹല്ലേലൂയ പറയണം. ഒന്നാമത് ആഗ്രഹിച്ചവനെ ദൈവം താഴേക്ക് തട്ടി, രണ്ടാമത് ആഗ്രഹിച്ചവനെ ദൈവം വെളിയിലേക്ക് തട്ടി. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഒന്നാമത് ആഗ്രഹിച്ചവനെ താഴേക്കും രണ്ടാമത് ആഗ്രഹിച്ചവനെ പുറത്തോട്ടും തട്ടി. ആഗ്രഹം പിശാച് അവസാനിപ്പിച്ചില്ല. ഇതാ ഉൽപ്പത്തി പുസ്തകം 11 വന്നപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ആഭിചാരക്കാരനായ, അന്നത്തെ ഏറ്റവും ശക്തനായ ഒരു വലിയ നേതാവുണ്ട്. ആരെന്നറിയണ്ടേ? നിമ്രോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും വിഗ്രഹാരാധനയുടെ ഈ ഠില്ലമായ അതിനകത്തൊന്ന് ഉയർന്നു വന്ന ശക്തനായ ഒരു മനുഷ്യൻ, നിമ്രോദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അതിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ മനുഷ്യന്റെ അകത്ത് ഒരു കൊച്ചാഗ്രഹം. എന്താണെന്നറിയോ? ഇനി ഒരു ഫ്ലഡ് ഉണ്ടായാൽ, ഇനി ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ, ഇനി ഭൂമിയെ വെള്ളം മുക്കാൻ തുടങ്ങിയാൽ അതിൽ മുങ്ങിച്ചാകാതിരിക്കാൻ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം. പോരാ, ഒരു നല്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം. ഞാൻ സുവിശേഷ വേലക്ക് ഇറങ്ങുമ്പോൾ അവസാനമായി എറണാകുളം പട്ടണത്തിൽ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ തൊട്ട് മുൻപിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ലിങ്കിന്റെ എന്ന് പറയും. 18 നിലയാ. അതിന്റെ 18ാമത്തെ നിലയിൽ ലാസ്റ്റ് പണിയും കഴിഞ്ഞ് കോമ്പൻസേഷൻ മേടിച്ച ഞാൻ സുവിശേഷ വേലക്ക് ഇറങ്ങുന്നേ. മനസ്സിലായോ? 18 നിലയുണ്ട്. അതിന്റെ വാട്ടർ ടാങ്ക് നിൽക്കുന്ന 20ാമത്തെ നിലയിലാണ്. അതിന്റെ താഴെ അവൻ നിലപ്പുറത്ത് അരയിൽ സേഫ്റ്റി ബെൽറ്റ് കെട്ടി അതിന്റെ മണ്ട കിടന്ന് ആ ബീം അവസാനമായി തേച്ച് മിനുക്കി അവൻ കോമ്പൻസേഷൻ മേടിച്ച ഞാൻ സുവിശേഷ വേലക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഒരു 18, 20 നില, 22 നില കിളത്തിക്കയറ്റി ഉയരത്തി പണിയാൻ നിസ്സാരമല്ലെന്ന് നിങ്ങൾ ഓർക്കണം. പൊക്കളീൻ ഇല്ല, JCB ഇല്ല, അവൻ ലിഫ്റ്റ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയാൻ നിമ്രോദ് എങ്ങനെയാ കഴിഞ്ഞത്? നിമ്രോദ് പറയോ, ലൂസിഫറിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ചിലത് പണിയാൻ കഴിയും. ഇന്ന് പകൽ ഒരു ദൂത പറയാ, അവൻ ചിലത് പണിയുന്നത് അവന്റെ വ്യാപാര ശക്തിയല്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല, അതിനെ ജയിക്കയില്ല, അതിനെ ജയിക്കയില്ല. അവൻ നിമ്രോദേ, നീ എത്ര കിളത്തി കെട്ടി പണിതാലും നിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാര ശക്തികളാൽ നീ കിളത്തി കെട്ടി പണിതാലും ഹല്ലേലൂയ. അച്ഛാ, എന്റെ യാഗം സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് പറയുക, നമ്മളൊരു ബിൽഡിംഗ് പണിതാൽ ഒടുവിൽ ലൈസൻസ് തരാൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വന്ന് അത് മെൻഷൻ ചെയ്ത് അതിന് നമ്പർ ഇട്ട് ടാക്സ് അടക്കത്തില്ലേ? ഇതുപോലെ നിമ്രോദ് അച്ചായ പണിത പണി കാണാൻ ഒടുവിൽ ഒരാളെ ഇറങ്ങി. ഒരു ഹല്ലേലൂയ പറ. അതിന് ഈ ഹല്ലേലൂയ പോരല്ലോ. ഹല്ലേലൂയ. അവേ പണിയെല്ലാം കഴിഞ്ഞു. എവിടം വരെ പണിന്നറിയണ്ടോ? അവൻ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം. മക്കളെ, ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് അന്നത്തെ കാലത്ത് അത് പണിയാൻ ഒക്കത്തില്ല. 20 ടൺ വെയിറ്റ് ഉള്ള കല്ല് വെട്ടിയെടുത്ത് അത് ചുമ്മിക്കയറ്റി അവൻ മലയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന കല്ല് തടിമേൽ വെച്ച് തടിയുടെ മണ്ട മറ്റൊരു തടി വെച്ച് ഉരുട്ടി ഉരുട്ടി കയറ്റി കിളത്തി പണിത ആ പണി കാണാൻ
സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഒരു ദൂതിയൻ പറയാ, ആര് വേണേലും പണിതോ, എന്ത് വേണേലും പണിതോ, പക്ഷെ പണി കാണാൻ ഒരുവൻ ഇറങ്ങി വരും. പണി കാണാൻ ഒരുവൻ ഇറങ്ങി വരും. അവൻ സൈന്യങ്ങളുടെ ദൈവം ഇന്ന് രാത്രി പണി കാണാൻ ഇറങ്ങി വരും. പണി കാണാൻ ഇറങ്ങി വരും. കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. ഒടുവിൽ സിഗ്നേച്ചർ തരാൻ, ഒടുവിൽ നമ്പർ ഇടാൻ ഒരുവൻ ഇറങ്ങി വരും. ചില വേദപുസ്തകത്തിലെ ചില വാക്യങ്ങള് ഞാൻ വായിച്ചിട്ട് അറിയാതെ ഞാൻ ചാടി നൃത്തം ചെയ്യും. എന്താണെന്നറിയോ? ഈ പണി അങ്ങ് പുരോഗമിക്കുമ്പോൾ ഒരു ശബ്ദം സ്വർഗത്തിൽ, ആകയാൽ വരിക, നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ആകയാൽ വരിക, നമുക്ക് എന്ത് ചെയ്യാം? ഇറങ്ങിച്ചെല്ലാം. സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഇറങ്ങിച്ചെല്ലുന്നത്. ആ പണി ദൈവഹിതമല്ലാത്തത് കൊണ്ട്, ആ പണി ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പൊളിച്ചു കളയാൻ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരും. എനിക്ക് അത്രമേ പറയാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് ഓടിച്ചു പറയുക, ദൈവ പൈതലേ, നിനക്ക് വിരോധമായി പണിയുന്ന സകല പണികളെയും ഇന്ന് രാത്രി ദൈവം പൊളിച്ചു കളയുക. ആ ദൂതൻ നിന്നോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രതികരിച്ചോ, പ്രതികരിച്ചോ. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചോ, തമ്പുരാനെ ആരാധിച്ചോ. റസം തേലൽ കനാതെ റീകനതാലരഗസി ഉടി പനാതെ ഹൽകനതേലരഗസി ഉടബന ഹൽകനഗടഗദന. എല്ലാ സകലമായ അവന്റെ പണിയെ ഇന്ന് രാത്രി ദൈവം പൊളിക്കും. അടുത്ത ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാ. ഒന്നാമത്തെ ആഗ്രഹം, മക്കളെ, അങ്ങ് സ്വർഗത്തിൽ വെട്ടി ദൈവം. രണ്ടാമത്തെ ആഗ്രഹം, ഏദൻ തോട്ടത്തിൽ തട്ടി ദൈവം പുറത്തേക്ക്. മൂന്നാമത്തെ ആഗ്രഹം, നിമ്രോദിന്റെ അകത്ത് പൊളിച്ചു ദൈവം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കൈ ഉടുത്തി ചിരിച്ചോണ്ട് പറ, തമ്പുരാൻ പൊളിക്കും, തമ്പുരാൻ പൊളിക്കും, തമ്പുരാൻ പൊളിക്കും. തമ്പുരാൻ ഇഷ്ടമല്ലെന്ന് കണ്ട പൊളിക്കും. അത് ബിജു പണിതാലും പൊളിക്കും, ആര് പണിതാലും ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ പൊളിക്കും. ഒരല്ലെന്ന് പറഞ്ഞേ, ദൈവത്തിന് പൊളിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. സ്വത്രം പറഞ്ഞ് ദൈവത്തിന് പൊളിക്കാൻ ഒരു ഉന്നതന്റെ അവൻ സർട്ടിഫിക്കറ്റും വേണ്ട. തമ്പുരാൻ പൊളിക്കണം എന്ന് വെച്ചാൽ പൊളിക്കും. ഒരു ഹല്ലേലൂയ ഒക്കെ പറ ദൈവമക്കളെ, ഒരു ഹല്ലേലൂയ പറ. ദൈവം പൊളിക്കുമല്ലേ. മൂന്നാമത് ഇറങ്ങി വന്നു ദൈവം. ഇറങ്ങി വന്നിട്ട് പണി ദൈവഹിതമല്ലാഞ്ഞതുകൊണ്ട് ദൈവം പൊളിച്ചു കളഞ്ഞു. ഇനി ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. തമ്പുരാനെ അത് പൊളിച്ചപ്പോളേ ഒരാളും വന്ന് ചോദിച്ചില്ല, എന്തോന്നിനാടോ ഇത് പൊളിക്കുന്നെന്ന് ചോദിച്ചില്ല. ഒരു അല്ലല്ലോ തമ്പുരാൻ പൊളിച്ച പിന്നെ ആരാ ആൻറ്റി ചോദിക്കുന്നേ അല്ലേ? തിരിച്ചു ചോദിക്കാൻ ആരുമുണ്ടോ? എന്നാലേ ആ ഭാഗം വിട്ടിട്ട് ഞാൻ അടുത്തൊരാഗ്രഹത്തിലേക്ക് വരികയാ. സമയമില്ല കേട്ടോ, അതുകൊണ്ട് ഓടിച്ചു പറയുക. ഒരാൾക്കൊരാഗ്രഹം എന്നാ പുള്ളിയൊരു പാട്ടും പാടി വരികയാ. ഇന്ന് രാത്രി പാടാതിരിക്കുന്ന അച്ചായന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയുക, നീ പാട്ട് പാടാതെ കയ്യും കെട്ടി ഇരുന്നോ, നിന്റെ പുറകെ ഒരുത്തം വരുന്നുണ്ട് പാട്ടുപാടി. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്നാ പാട്ടാ? ഞാൻ പറഞ്ഞു തരാം. നിന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവൻ പാട്ട് പാടിയാ വരുന്നേ. അവന്റെ പാട്ട് നിങ്ങൾ ഇവിടെ പാടിയിട്ടില്ല, ഞാൻ പാടാം. അവന്റെ പാട്ടിന്റെ വരി പറയാ, ഞാൻ പിന്തുടരും. ഞാൻ എത്തിപ്പിടിക്കും. എന്റെ ആശ അവനാൽ പൂർത്തിയാക്കും. അവനെ ഞാൻ കൊള്ളയിടും. ഇതാണ് അവന്റെ പാട്ട്. ഞാൻ പിന്തുടർന്ന് പിടിക്കും. എന്റെ ആശ അവനാൽ പൂർത്തിയാക്കും. പാട്ടുപാടി വന്ന, ആഗ്രഹിച്ചു വന്ന അവനെ ദൈവം നടുക്കടലിൽ വരെ വരുത്തി. എന്തിനാന്നറിയാമോ? ശത്രുവിനെ മുക്കുന്നത് നടുവിലാ. ദൈവ പൈതലേ, നടുവിലാ മുക്കേണ്ടത്. ദൈവത്തിന് കരയിലല്ല മുക്കേണ്ടത്. പുറപ്പാട് 14 പറയുന്നു, അവർ പുറകെ നടുവിൽ വന്നു. നടുവിലാണ് ദൈവം മുക്കിയത്. ഇന്ന് എനിക്കറിയില്ല, അസാധാരണ ദൈവമഹത്വം ചലിക്കുന്നത് കൊണ്ട് ഈ സഭയെ നോക്കി പറയുന്നു, ഇതിന്റെ നടുവില് ചിലത് മുങ്ങാൻ പോകുക, ചിലത് തകരാൻ പോകുക. നിന്നെ പിന്തുടർന്ന് വന്ന ചില അദൃശ്യ ശക്തികൾ നിന്നെ പിന്തുടർന്ന് വന്ന, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവനെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് പാട്ടുപാടി നിന്നെ പിന്നാലെ വന്ന ചില ശക്തികൾ ഇന്ന് രാത്രി ഇതിന്റെ നടുവില് ദൈവം ഉടയ്ക്കാം.
ഓ ഷാന തേലരെ, ഇത് പറയുമ്പോൾ മറ്റൊരു ഒരു പ്രവചന ദൂത് നിങ്ങൾ ആരോടോ പരിശുദ്ധാത്മ പറയുന്നു. അതൊന്ന് പറയാം. അച്ഛാ, ഈ ഫറവോൻ ഒരു ഇച്ചിരി അഹങ്കാരമുണ്ട് കേട്ടോ. ഫറവോൻ എന്നെ പുറപ്പെടാഞ്ഞ് ഇസ്രായേൽ മക്കളെ ഇറക്കി വിട്ട ഉടനെ കെട്ടും അവൻ എടുത്തുകൊണ്ട് പോയില്ല. അവൻ കുതിരപ്പടയോട് ചേർന്ന് പോയില്ല. അവരങ്ങ് പോയി വളരെ ദൂരമെത്തി. അപ്പോൾ ആ ഫറവോൻ പറഞ്ഞത്, പാടാ നമുക്ക് പോകാം. എന്റെ ഭാഷ പറയുക, എന്നാ ഫറവോനെ ഇവർ വിട്ടപ്പോ തന്നെ പുറകെ പോകാഞ്ഞത്? ഫറവോന്റെ അകത്തുള്ള അഹങ്കാരം ഞാനങ്ങ് പറയുക, വേദപുസ്തകത്തിലില്ല. എന്റെ പൊന്നു ബിജുപാഷേ, ഇവന്മാർ എവിടെ പോകാനാ? എവിടെ പോയാലും ഈ മിസ്രയീമിന്റെ ഗൂഗിൾ മാപ്പ് എന്റെ മൊബൈലിനകത്തുണ്ട്. ഇവന്മാർ പോകുന്ന വഴിയുടെ മുഴുവൻ മാപ്പും എന്റെ മേശപ്പുറത്താ. കാരണം ഇവിടത്തെ നാഷണൽ ഹൈവേയും ഇവിടത്തെ പോക്കറ്റ് റോഡും സർവീസ് റോഡുമല്ല എന്റെ കയ്യിലെ കാശിന് വെട്ടിയതാ. ഏത് വഴി പോയാലും ഞാൻ അവന്മാരെ അറസ്റ്റ് ചെയ്യും. എന്നാൽ അടുത്ത ദൂത് കേട്ടോ, തമ്പുരാൻ പറഞ്ഞ, പോട ഫറവോനെ, ഞാൻ ഇറക്കിയ ചോരത്തളി പ്രാപിച്ച എന്റെ ജനത്തെ നീ വെട്ടിയ വഴിയിലൂടെ അല്ല ഞാൻ നടത്തുന്നത്. നീ കണ്ടിട്ടില്ലാത്ത വഴി, നീ അറിഞ്ഞിട്ടില്ലാത്ത വഴി, നീ ശ്രദ്ധിച്ചിട്ടില്ലാത്ത വഴി. ഓ, ഇന്ന് വരെ ഫറവോൻ നിന്റെ കുടുംബം കണ്ടിട്ടില്ലാത്ത, ഫറവോന് നിന്റെ രാജാക്കന്മാർ കണ്ടിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ വഴികൾ ഇന്ന് രാത്രി എന്റെ ജനത്തിന് വേണ്ടി തുറക്കും. ഇന്ന് രാത്രി ഒരു ദൂത പറയട്ടെ, നിന്റെ കൊച്ചമ്മയല്ല നിനക്ക് വഴി തുറക്കുന്നത്, നിന്റെ അമ്മാവനല്ല നിനക്ക് വഴി തുറക്കുന്നത്. ആരുടെ വഴി നീ പോകേണ്ടി വരത്തില്ല. ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി ചെയ്യോ. ആ ദൂതിനോട് ചാടിപ്പിടിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി പിടിച്ചോ. എന്നിട്ട് പറ, ആരും തുറക്കണ്ട, ഒരാളുടെ റെക്കമെൻഡും വേണ്ട. എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി അത് അടയാത്ത വഴിയാണ്, അത് കുലുങ്ങാത്ത വഴിയാണ്, അത് മൂടാത്ത വഴിയാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവർ, എന്നോട് ദൈവം പറയുന്നു, ഫറവോന്റെ പാട്ട് നിൽക്കാൻ പോകുക. ഫറവോനെ, നിന്റെ പാട്ട് അവസാനിക്കാൻ പോകുക. നിന്റെ പാട്ട് നിശ്ചലമാകാൻ പോകുക. നിന്റെ പാട്ട് അവസാനിക്കോ. ഫറവോനെ, നിന്റെ പാട്ട് നിക്കമടാ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഫറവോനെ, ഞാൻ നിനക്കറിയില്ല കേട്ടോ, അവൻ ചില ദൂതി ഞാൻ വേഗത്തിൽ പറയുന്നുകൊണ്ട് മനസ്സിലാക്കണം. ഒന്ന് പറയുക, ഫറവോനെ, നീ വരുമെന്നും നീ പിന്തുടരുമെന്നും അറിയാമെന്നേ. എന്നാലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്, അതാ ഇവിടെ ഇരിപ്പുണ്ട്, ഇച്ചിരി പ്രായമാ. എന്നാൽ അമ്മച്ചിയുടെ ഹാൻഡ് ബാഗ് എന്ന് നോക്കിക്കേ, അമ്മച്ചിയുടെ ഹാൻഡ് ബാഗ് നോക്കിക്കേ. ഫെറാലവലിയും കാവേരിയും ഒന്നും അല്ല, പിന്നെ എന്നാ ഒരു തപ്പിട്ടുണ്ടാ വന്നിരിക്കുന്നേ. മനസ്സിലായെങ്കിൽ ആമേൻ പറ. അമ്മച്ചിയുടെ ബാഗിനകത്ത് മെറ്റീരിയൽസ് ഒന്നും അല്ല. അമ്മച്ചി ഇറങ്ങിയപ്പോ കയ്യിൽ തപ്പ് എടുത്താ ഇറങ്ങിയേ. എന്തിനാന്നറിയോ? നിന്നെ മുക്കുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, നിന്നെ ഒതുക്കുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. നിന്നെ മുക്കിയാൽ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ, ഞങ്ങൾക്കൊന്ന് പാട്ട് പാടാൻ, ഞങ്ങൾക്കൊന്ന് ആരാധിപ്പാൻ. പരിശുദ്ധാത്മാവേ, മുഴു ഉത്തരവാദിത്വവും മുഴു സാന്നിധ്യവും പരിശുദ്ധാത്മാവേ അങ്ങേറ്റെടുത്തോട്ടെ. ഈ ആലയത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേ അങ്ങേറ്റെടുത്ത് ഈ ജനത്തെ അങ്ങയുടെ സാന്നിധ്യം ഏറ്റെടുക്കാൻ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. കരമടിച്ച ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. ഓ ഷാനതേലരെ, ഞാന് അടുത്ത ദൂത്, ഇതൊക്കെ പ്രവചനമാ. അച്ഛാ, അടുത്ത ദൂത് കേക്ക്. എന്റെ പൊന്നു മോശേ, നീ എന്തിനാ ഭാരപ്പെടുന്നേ? നിന്റെ ഈ കൺപോളയില്ലേ, ഈ കൺപോളക്കടിയിലുണ്ട് വഴി. മനസ്സിലായവർ പ്രതികരിക്കും, അല്ലാത്തവർ ചുമ്മായിരിക്കും. മോശേ, ദൈവത്തിന്റെ വഴി നിന്റെ കൺപോളക്ക് താഴെയുണ്ട്. മോശേ, ദൈവത്തിന്റെ വഴി നിന്റെ കാലിനടിയിലുണ്ട്. അത് ഇന്ന് രാത്രി നീ കാണാൻ പോകുക. കുഞ്ഞെ, നീ കാലിൽ ചവിട്ടിയിരിക്കുന്ന കാലുണ്ടല്ലോ, അത് അധികാരത്തിന്റെ കാല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന
ഇന്ന് രാത്രി ഇതിനകത്ത് വന്ന ദൈവദാസന്മാരോട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാ, നിങ്ങളുടെ മേലൊരു അസാധാരണ അധികാരം വ്യാപരിക്കും. ഈ കാലഘട്ടങ്ങളിൽ തമ്പുരാന് വേണ്ടി ചിലത് കത്താൻ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി ഉണ്ടാകും. ഞാൻ ഒന്നുകൂടി പറയും, എന്നോട് അകത്ത് അങ്ങനെ ആത്മാവ് പറയുന്നു, പട്ടണ ഭൂതങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ചില ദൈവഭക്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. പട്ടണ ഭൂതങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കാം. ഒരു 3 കാര്യം നിങ്ങളോടൊന്ന് ഓടിച്ചു പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങൾ എന്നെ മറന്നാലും ഇത് മറക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അതടക്കാൻ കഴിയത്തില്ല. അതാ നേരത്തെ ആ മോൻ പാട്ടുപാടിയത്, പറ്റില്ല തുറന്നതാ. ദൈവം തുറക്കുന്ന വഴിക്ക് 3 പ്രത്യേകതയുണ്ട്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സുനിൽ പാഷ ഉണ്ട് സ്വോത്രം. സുനിൽ പാഷേ 95 ജോഷി പാഷിന്റെ കൂടെ കണ്ടക്കടവെന്ന് വന്ന ദേശത്ത് വന്ന് കൊച്ചിയിൽ, ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നിട്ടേ ഒരു കള്ളിമുണ്ട് കൊടുത്ത്, ഡബിൾ മുണ്ട് കൊടുത്ത്, പാൻ്റൊന്നും ഇടാൻ അറിയില്ലെന്ന്. സ്വോത്രം, പാൻ്റൊന്നും അന്ന് ഇട്ടിട്ടില്ല. ഡബിൾ മുണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരിക്കലും ഇരിക്കാത്ത ഡബിൾ മുണ്ടില്ല, പോളിസ്റ്റർ. ഇത് ഉടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം അന്ന് ഓർക്കുന്നുണ്ട്, ഒരു ഉപവാസപ്രാർത്ഥനയ്ക്ക് 120 ദിവസം കണ്ടിന്യൂസ് പ്രയർ നടക്കുമ്പോഴാണ് ഈ ദൈവദാസൻ അന്ന് വന്നത്. അതിനുശേഷം ഷൈജു വന്നു. ആമേൻ. അങ്ങനെ തുടർമാനം ഇവിടെ ഈ ബാംഗ്ലൂർ ചർച്ചിലെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഉണ്ണി പാസ്റ്റർ വന്നു, മനുമേനൻ പാസ്റ്റർ വന്നു, സൈമൺ പാസ്റ്റർ വന്നു, ജോഡി പാസ്റ്റർ, ഇതെല്ലാം വീട്ടിലാണ് വന്നത്. എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ സഭായോഗം. അന്ന് കർത്താവിൻ്റെ ദാസൻ വന്നു. അപ്പം ഞാനിങ്ങനെ ദൈവദാസൻ ഇങ്ങനെ എഴുന്നേറ്റ് വചനമൊക്കെ പ്രസംഗിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നത്, ബർഗമൻസ് അച്ഛൻ്റെ ഒരു പാട്ട് പാടിയ അന്ന് ആദ്യമത്തെ തുടങ്ങിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഈ ഡബിൾ മുണ്ട് കൊടുത്തോണ്ടിരിക്കുക. ഞാനിവിടെ ഇരിക്കുന്നത്, എൻ്റെ അമ്മച്ചി ഇപ്പുറത്തിരിക്കുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അപ്പം ഈ മനുഷ്യൻ ഞാനിങ്ങനെ പറയാം, സന്തോഷത്തോടെ പറയാം, അത്ര അധികാരമുള്ളതുകൊണ്ട്. ഈ പുള്ളി വന്നിട്ട് എൻ്റെ തല്ലിലോട്ട് കൈവച്ചിട്ട് ഒറ്റ പ്രവചനം. എന്താണെന്നറിയോ, ഞാൻ ഇതെല്ലായിടത്തും പ്രസംഗിക്കുന്ന കാര്യമാണ്, എൻ്റെ യൂട്യൂബിലൊക്കെ അത് കിടപ്പുണ്ട്. മോനെ, ദൈവം നിന്നെ രാജ്യങ്ങളിൽ അഴക്കും. ആമേൻ. ദൈവം നിന്നെ ഇന്നിനടുത്ത് കൊണ്ടുപോകും, നിന്നെ ഓടിക്കും, നിനക്ക് വിശ്രമം ഉണ്ടാകത്തില്ല. ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മ ഇരുന്ന് ഭയങ്കര ചിരി. അതെ, ഈ ചട്ടയും മുണ്ടും കൊടുക്കുന്നേ, ഈ മുണ്ടുണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ നീക്കിയിട്ടിട്ട് അമ്മച്ച് കുലുങ്ങി ചിരിക്കുക. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ ചിരിച്ചേ? എടാ പാവ ഉപദേശിക്ക് തലമാറിപ്പോയി. ആ പാവത്തിന് അറിയില്ലല്ലോ, നിനക്ക് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. നീ മീൻ പിടിക്കാൻ നടക്കുന്ന മുക്കുവനാന്ന് ആ മനുഷ്യൻ അറിയത്തില്ലല്ലോ. എന്ന് പറഞ്ഞു. അന്ന് എഴുതാൻ BIJU എന്റെ പേരെഴുതാൻ അറിയില്ല, ഇത് വായിക്കാൻ അറിയില്ല, അക്ഷരം വായിക്കാൻ അറിയില്ല, കൂട്ടി വായിക്കാൻ അറിയാത്ത എന്റെ തലയിലോട്ട് കൈവച്ചാ പറയുന്നേ, രാജ്യങ്ങൾ നിന്നെ കൊണ്ടുപോകും. രാമൻ പറഞ്ഞേ. എൻ്റെ അമ്മ എന്നെ നോക്കി നിന്ദിച്ചോ? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, ഉപദേശിക്ക് തലമാറിപ്പോയി. അന്ന് രാത്രി പറമ്പിലേക്ക് ഇറങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പുരാനേ, ഞാൻ വിശ്വസിക്കുന്നില്ല തലമാറിയെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ലേ? കാരണം അങ്ങ് പോസ്റ്റ് പറയാൻ അങ്ങ് ആരല്ല, മനുഷ്യനല്ല. ഞാനത് വിശ്വസിക്കുന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നത്തേക്ക് ഒരു 24 വർഷം മുമ്പ് ആദ്യത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ദുബായിലോട്ട് കയറുമ്പോൾ നെടുമ്പാശ്ശേരിയെപ്പറ്റി ഇന്ന് പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ എൻ്റെ കാലിന് വയ്യ. ചുമ്മാ അടവാ, എൻ്റെ കാലിന് വയ്യ. എന്തിനാണെന്നറിയോ? ഒരു പകരം തീർക്കാൻ. അവിടെ സ്വതന്ത്രം പറഞ്ഞ് അമ്മ പറഞ്ഞു, എനിക്ക് കാലിന് വയ്യ. ഞാൻ പറഞ്ഞു, അമ്മ വരാതെ ഞാൻ പോകത്തില്ല. ഒരു അല്ലല്ലേ എന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ആദ്യത്തെ യാത്ര ചെയ്യുമ്പോൾ ആ വാദിക്കുന്ന നിന്റെ അമ്മക്ക് ടാറ്റ കൊടുത്തിട്ട് പറഞ്ഞു, 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ചുമന്ന് പ്രസവിച്ച അമ്മ കണ്ടിട്ടില്ലാത്ത വഴി എനിക്ക് വേണ്ട ദൈവം തുറക്കും. ഒരു സ്വോത്രം പറയാൻ പറ്റുമോ? ഇന്ന് പ്രതികരിക്കണം. പെറ്റ തള്ള കണ്ടിട്ടില്ലാത്തത് എനിക്ക് ജീവനെ തന്ന എൻ്റെ അമ്മയെ ഉദരത്തിൽ എന്നെ വഹിച്ച എൻ്റെ അമ്മ കണ്ടിട്ടില്ലാത്ത വഴി, ഇന്ന് രാത്രിവേളയിൽ ആരും കണ്ടിട്ടില്ലാത്ത വഴി. ഹല്ലേലൂയ.
ആമേൻ. അതാ ഞാൻ പറഞ്ഞത്, ദൈവം തുറക്കുന്ന വഴിക്ക് 3 പ്രത്യേകതയുണ്ട്. ദൈവം പറഞ്ഞ ദൈവം തുറക്കുന്ന വഴിക്ക് 3 പ്രത്യേകത. വേണേ പിടിച്ചോ, ആവശ്യമുള്ളവർ പിടിച്ചത്, അല്ലാത്തവർ അനങ്ങിയാക്കരുത്. 1, ഉലകത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിന്നെ കൂടെ പഠിച്ചവർ, നിന്നെ കൂടെ വളർന്നവർ, നിന്നെ കൂടെ ചലിച്ചവർ, നിന്നെ കൂടെ നടന്നവർ, നിന്റെ ബന്ധുക്കൾ കണ്ടിട്ടില്ലാത്ത വഴി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിച്ചാമേൻ പറയുന്നവർ കരം തട്ടി ദൈവത്തെ സ്തുതിച്ച് അതിന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. അവൻ ഇന്ന് രാത്രി ആ കൂട്ടിലൊക്കെ ഇരിക്കുന്ന ദൈവപുത്രന്മാരോട് കുഞ്ഞുങ്ങളോടും അറിയാ, മക്കള് നിങ്ങളത് കാണാൻ പോകുകയാകട്ടോ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. നമ്പർ 1, ഉലകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴി മോനെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നമ്പർ 2, നീ എവിടെ ഉള്ളകാലി ചവിട്ടി നിൽക്കുന്നോ അവിടെയാ ദൈവം വഴി തുറക്കുന്നേ. ഞാൻ ഒന്നുകൂടി പറയാ, ബാംഗ്ലൂരിൽ നിൽക്കുന്നെങ്കിൽ ഉഗാണ്ടയിൽ വഴി തുറക്കുന്ന ദൈവമല്ല എന്റെ ദൈവം, ഇവിടെ തന്നെ ദൈവം വഴി തുറക്കും. ഓ, ഒരു ഹല്ലേലൂയ പറ. പത്രോസേ, നീ വീശി തളർന്നെടുത്ത്, പത്രോസേ നീ വീശി ക്ഷമ നശിച്ചെടുത്ത്, പത്രോസേ നീ വീശി പടക് കാലിയായിടത്ത് തന്നെ ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ആമേൻ പറഞ്ഞിട്ടെടുക്ക്. ഓ, നീ എവിടെ നിൽക്കുന്നോ അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നമ്പർ 3, നീ എവിടെ പരാജയപ്പെട്ടോ അവിടെയാ ദൈവം വഴി തുറക്കുന്നേ. പരാജയപ്പെട്ടെടുത്ത്, നടക്കില്ലെന്ന് പറഞ്ഞെടുത്ത്, ഉണ്ടാവില്ലെന്ന് പറഞ്ഞെടുത്ത്, അത് സംഭവിക്കില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ഈ മെസ്സേജ് വേണമല്ലോ, അവർക്കും കൂടി കിട്ടേണ്ടതിന് ഞാനിങ്ങ് ഓടിച്ചു പറയാം കേട്ടോ. അടുത്തൊരു പുള്ളിക്കൊരു ചിന്ന ആഗ്രഹം. എന്താണ് ആഗ്രഹം എന്നറിയണ്ടേ? ആമേൻ. എല്ലാ ദിവസവും ഉണ്ടല്ലോ, പുള്ളി രാവിലെ ഓഫീസിൽ വരുമ്പോൾ എല്ലാവരും വീഴും. വീഴുക മാത്രമല്ല, സ്തുതിയും കൊടുക്കും, സല്യൂട്ടും കൊടുക്കും. പക്ഷെ ഒരുത്തൻ എഴുന്നേക്കുന്നില്ല, സല്യൂട്ടും കൊടുക്കുന്നില്ല. ഒരല്ലേലും എന്ന് പറഞ്ഞു, അവൻ വെറൈറ്റിയാ. അവന്റെ പേര് എല്ലാവരും ഒന്ന് പറഞ്ഞേ. കാര്യം പിടുത്തം കിട്ടി. അവൻ എഴുന്നേക്കത്തില്ല. അപ്പോ പുള്ളി ചോദിച്ചു, എടാ വാദിക്ക് ഒരുത്തൻ ഇരിപ്പുണ്ടല്ലോ, അവനെന്നെ സല്യൂട്ട് ചെയ്യാത്തെ, അവനെന്നെ വീഴാത്തെ. അപ്പൊ ആരോ പറഞ്ഞു, അച്ഛാ അവൻ വേറെ ഐറ്റമാ. അത് വേറെ ഐറ്റം, അത് തീയിൽ കുരുത്തതാ. ഇങ്ങനെയുള്ള ആമേൻ സ്തോത്രം ഈ അമ്പാറ്റകളെ കണ്ട് വീഴത്തില്ല. ഒരാമേനൊക്കെ പറയുന്നേ, ഒരു ഹല്ലേലൂയൊക്കെ പറ. ഞങ്ങളെയൊക്കെ ദൈവം അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതാ. എൻ്റെ കർത്താവിൻ്റെ ദാസൻ ജോഷി പാസ് വരുന്നതിന് മുൻപേ അവിടെ ഒരു പാസ് ഉണ്ടായിരുന്നു, ടോമി എന്ന് പറഞ്ഞൊരു പാസ്. ആ ഉപദേശി എൻ്റെ അമ്മയെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയതിന് 7 ലിറ്റർ പെട്രോളും 5-8 ഗുണ്ടും മേടിച്ചു കൊണ്ടുവന്ന് രാത്രി 7 മണിക്ക് തന്നെ വീടിനകത്തിട്ട് വാമൻ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും കമ്പി കൊണ്ട് കെട്ടി രാത്രി 1 മണിക്ക് തീ കൊടുത്ത് കത്തിച്ചവനാ ഇവിടെ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നേ. മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഇന്ന് പകൽ ആരെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ജനിച്ചു വീണത് ഇതിനകത്തല്ല. അല്ല, വന്ന ഉപദേശിയെ ഓടിച്ചു, വീട് കത്തിച്ചു, പനമ്പ് മേഞ്ഞ വീട്, ടാർഷീറ്റുള്ള വീട് കത്തി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ ദൈവദാസിയും ഞാൻ ഓടിച്ചു. ഇതാ 1 മാസം കഴിഞ്ഞപ്പോ ആമൻ വേറൊരാൾ ചാർജ് എടുത്തിരിക്കുന്നു. അതാ ജോഷി പാസ്. സ്വത്രം. ആ ദൈവദാസനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ പ്രാകൃത മനുഷ്യനായിരുന്നു, അത്രയും പറഞ്ഞെങ്കിൽ വിടാം. പക്ഷേ ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. ഇത് വെറൈറ്റിയാ. നീ ആരുടെ മുമ്പിൽ മുട്ടുമടക്കരുത്, നീ ആരുടെ മുമ്പിൽ വീഴരുത്. പ്രമാണം കയ്യിൽ കിട്ടിയ ദൈവ പൈതലേ, പ്രമാണമെടുത്ത ദൈവദാസനെ, നീ വീഴരുത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. മൊർദെഖായിയുടെ വീട്ടിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബംഗാളികൾ വന്ന് കുറെ വർക്ക് നടക്കുക. അപ്പോ ഈ ആന്റി സുലൈമാനി കൊടുക്കാൻ ചെന്നതാ. സുലൈമാനി മനസ്സിലായല്ലോ, കട്ടൻ ചായ കൊടുക്കാൻ ചെന്നതാ പണിക്കാർക്ക്. അപ്പൊ ആന്റി ചോദിച്ചു, എന്നാടാ ഈ പണിയുന്നേ? അപ്പൊ ആന്റി അറിഞ്ഞില്ലേ? ഇല്ല, അച്ഛനെ കുമ്പിടാത്തവനെ തൂക്കാനുള്ള കഴുകുമരവാ. അപ്പൊ ആന്റി ചോദിച്ചു, അവനാരാടാ?
അപ്പൊ അവര് ബംഗാളിയാണേലും വിശദമായിട്ട് പറഞ്ഞു. ന്യായപ്രമാണമുള്ളവനാ, പ്രാർത്ഥിക്കുന്നവനാ, ആരാധിക്കുന്നവനാ എല്ലാം പറഞ്ഞു. ഈ ചായ വെച്ചിട്ട് പോകുന്ന വഴിക്ക് ആന്റി പറഞ്ഞു, ഡാ നിന്റെ സാറ് വരുമ്പോ പറഞ്ഞേക്ക് പുള്ളി അവനെ ജയിക്കത്തില്ലെന്ന്. മനസ്സിലാക്കി? ആമേൻ പറ. ആമേൻ. ഹാമാന്റെ ഭാര്യ പറഞ്ഞിട്ട് പോകുക, അച്ഛൻ വരുമ്പോ പറഞ്ഞു അച്ഛൻ അവനെ ജയിക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുന്നു, നിന്നെ ഒരു അന്ധകാരവും ജയിക്കത്തില്ല, ഒരു പൈശാചിക മണ്ഡലവും ജയിക്കത്തില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആമേൻ. ഒന്ന് പറഞ്ഞേ, നമുക്ക് പോരാട്ടമുള്ളത് ഇവിടുത്തെ മനുഷ്യരോടല്ല, ഇവിടുത്തെ വ്യക്തികളോടല്ല, ഇവിടുത്തെ സമുദായങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വലോകങ്ങളുടെ ദുഷ്ടാത്മാ സേനയോട്. ആഗ്രഹം അവനെ തൂക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. ആഗ്രഹം ദൈവം തിരിച്ചു. അത്രം പറഞ്ഞു വിടാം. എന്നാലേ ഞാൻ ഇത്രയും സമയം പറഞ്ഞില്ല നിങ്ങളോട്. ലൂസിഫറിന്റെ ആഗ്രഹം, ആദാമ്യരുടെ ആഗ്രഹം, ഫറവോന്റെ ആഗ്രഹം, നിമ്രോദിന്റെ ആഗ്രഹം, ഹാമാന്റെ ആഗ്രഹം, ഇത്ര 5 പറഞ്ഞില്ലേ. ഇനി ഒരു കാര്യം പറയുക, 5 ആഗ്രഹം സാധിപ്പിക്കാഞ്ഞ ദൈവം അപ്പനുമില്ല അമ്മയുമില്ല. ഒരു അനാഥ പെണ്ണിനോട് പറയാ, കുഞ്ഞെ നിന്റെ ആഗ്രഹം എന്താ, ഞാൻ സാധിപ്പിക്കാൻ. നിന്റെ ആഗ്രഹം പറ, നിന്റെ ആഗ്രഹം പറ. ഈ 5 ആഗ്രഹത്തെ തള്ളിയ ഞാൻ നിന്റെ ആഗ്രഹം സാധിപ്പിക്കോ. അത് രാജ്യത്തിന്റെ പകുതിയാണേലും നിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കോ. കരമടിച്ച ദൈവത്തിന് നന്ദി പറ. കുഞ്ഞേ, ദൈവം നിന്നോട് പറയുന്നു, കുഞ്ഞേ നിന്റെ ആഗ്രഹം പറ, നിന്റെ ആഗ്രഹം പറ. ഫറവോന്റെ ആഗ്രഹം പോട്ടെ, നിമ്രോദിന്റെ ആഗ്രഹം പോട്ടെ, മോർദെഖായിയുടെ ആഗ്രഹം പോട്ടെ, ഇന്ന് രാത്രി നിന്റെ ആഗ്രഹം. കർത്താവിന് സ്തോത്രം പറ. നിന്റെ ആഗ്രഹം സാധിപ്പിക്കും. നിന്റെ ആഗ്രഹത്തെ ദൈവം ഇന്ന് രാത്രി സാധിപ്പിക്കും. ഞാൻ അവിടെ നിന്ന് നേരെ ഒരൊറ്റ ചാട്ടം പുതിയ നിയമത്തിലോട്ട് ചാടുക. 19-ാം അധ്യായത്തിൽ വന്നപ്പോ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനൊരു ചെറിയ ആഗ്രഹം 19:11 വായിക്കണ്ട. അവിടെ പറയാണ്, അഖായ വഴി എന്റെ മിഷണറി യാത്രയുടെ വേളയിൽ റോമ നഗരം കാണാൻ എനിക്കൊരാഗ്രഹം. ആഗ്രഹിച്ചത് രാത്രി. അല്പനിമിഷം കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുക, പൗലോസേ ഭയപ്പെടണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. ആഗ്രഹിച്ച പൗലോസിന്റെ ആഗ്രഹത്തെ ദൈവം പ്രോമിസാക്കി മാറ്റി. ഇപ്പോൾ ആ ദൂത് വരുന്നേ, നിന്റെ ആഗ്രഹം ദൈവം എന്ത് ചെയ്യും? പ്രോമിസാക്കി മാറ്റും. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഇങ്ങനെ പറയും, ഞാനിവിടെ ഇങ്ങനെ നിവരെ നിന്ന് ഈ പ്രസംഗിക്കുന്നതിന് കാര്യം, ദാണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്, നട്ടെല്ലെന്ന് പറയില്ലേ, സ്പൈനൽ കോഡ് എന്നൊക്കെ പറയും. ഇതിന് ക്ഷതമേക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത്. ഇത് നട്ടെല്ല് പൊട്ടിയ ഞാനിവിടെ കിടക്കും. ഒരു ഭക്തന്റെ നട്ടെല്ലെന്ന് പറയുന്നത് അവന്റെ വാക്തത്വമാ. പീഡിച്ചേക്കണം. നിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് കുഞ്ഞെ നിന്റെ വാക്തത്വമാ. അതുകൊണ്ട് ആ ദൈവത്തിന് വചനം, ആ വാക്തത്വം ഉള്ളിടത്തോളം ഒരുവനും നിന്നെ ജയിക്കത്തില്ല, സഭയെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പങ്കു പിടിക്കുക കേട്ടോ. എന്നാൽ 28:14 പറയുന്നു, അവിടെ സഹോദരന്മാരെ കണ്ടു, തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. പിന്നെ ഞങ്ങൾ എവിടെ എത്തി? റോമയിലെത്തി. ആഗ്രഹിച്ചു, ആഗ്രഹം വാഗ്ദത്തമാക്കി, വാഗ്ദത്തം കൊടുത്ത ദൈവം വാഗ്ദത്ത സ്ഥലത്തെത്തിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം എന്താക്കി മാറ്റും? ഇല്ല, പ്രോമിസാക്കി മാറ്റും. എല്ലാവരും പറഞ്ഞേ, നിങ്ങളുടെ ആഗ്രഹത്തെ എന്താക്കി മാറ്റും? പ്രോമിസാക്കി മാറ്റും. പ്രോമിസ് തന്ന ദൈവം നിങ്ങളെ അവിടെ എത്തിക്കോ. ഞാൻ ഈ 1-2 വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. യെഹെസ്കേൽ 30:21, മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ പുച്ഛത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ ആമേൻ. ഒന്ന് കൈയെടുത്ത് പറഞ്ഞേ, മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ആമേൻ ഫറവോന്റെ പുച്ഛത്തെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാവരും ഒന്ന് ആക്ഷൻ കാണിച്ചേ. എന്ത്? ഓടിച്ചിരിക്കുന്നു. ഇനി അടുത്തൊരു വാക്യം തരാം കേട്ടോ. യെരമ്യ 46:17, മിസ്രയീം രാജാവായ ഫറവോന് വിനാശം എന്നും സമയം തെറ്റി വരുന്നവനെന്നും പേര് പറയും. അതിന്റെ അർത്ഥം ഫറവോന്റെ ഒരു പരിപാടി എന്താണെന്നറിയോ? നിന്റെ വാഗ്ദത്തത്തെ ഡിലേ ആക്കി കളയും. നിന്റെ വാഗ്ദത്തത്തെ സമയബന്ധിതമായി മാറ്റിക്കളയും. പൗലോസിനെ വിചാരണ നടത്താൻ ഫെലിക്സിന് നല്ല അറിവ്
അറിവുണ്ടായിട്ടും ഫെലിക്സിന് മനസ്സിലായി ഇവനെ എങ്ങനെ വിചാരണ നടത്തണമെന്ന്. എന്നിട്ടും അവധി വെച്ച് ഫെലിക്സ് പൗലോസിന്റെ വിചാരണ മാറ്റിവെച്ചു. ഇന്ന് രാത്രി ദൈവം പറയുന്നു, കാര്യങ്ങൾ പേപ്പറെല്ലാം ഓക്കെ ആയിട്ടും കാര്യങ്ങളെല്ലാം ക്രമമായിട്ടും ഫെലിക്സെ സമയം തെറ്റിച്ച് അവധി വെച്ച് മാറ്റിവെക്കുന്ന അവധി ഇന്ന് രാത്രി പൊട്ടാൻ പോകുക. ഓ, ഇന്ന് രാത്രി ആ അവധി പൊട്ടാൻ പോകുക. വിനാശം വരുത്തുന്ന, സമയം തെറ്റിച്ച് കളയുന്ന, വാഗ്ദത്തത്തിന്റെ സമയം തെറ്റിച്ച് കളയുന്ന, വാഗ്ദത്തത്തെ ഒതുക്കി കളയുന്ന അതിനെ ഇന്ന് രാത്രി ഞങ്ങൾ പൊട്ടിക്കുക. എല്ലാവരും ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മിസ്രയീം രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവൻ. ഫറവോന്റെ ഒരു വ്യാപാരമാ, സമയം തെറ്റിക്കും. ഒരു അല്ലലിയോ. ഞാന് ഈ പുസ്തകം ഉയർത്തിക്കൊണ്ട് പറയുക, ആവശ്യമുള്ളവർ ഏറ്റെടുത്താൽ മതി. ഇന്ന് രാത്രി സൈന്യങ്ങളുടെ യഹോവയെ സാക്ഷി നിർത്തി ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ സമയം തെറ്റിച്ച് അത് ഡിലേ ആക്കുന്ന, നിന്റെ വാഗ്ദത്തം ഡിലേ ആക്കുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. ഓ, പോരാ. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവന്റെ പൂച്ച ഓടിക്കും, അവന്റെ പൂച്ച ഇന്ന് രാത്രി ഓടിക്കും. ഓ, ഇന്ന് രാത്രി ഡിലേ വരുത്തുന്ന, അവധി വെച്ച് ആ പേപ്പറുകൾ മാറ്റിക്കളയുന്ന, ആ പേപ്പറുകളെ താമസിപ്പിക്കുന്ന, ഓ ഡിലേ ആക്കി കളയുന്ന അവ ഫറവോന്റെ വ്യാപാരം ഇന്ന് രാത്രി പൊട്ടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ചു വെച്ചാൽ മതി. ആമൻ. യെഹെസ്കേൽ, ഇതെല്ലാം ദൈവം ആത്മാവ് പറയുന്ന. ആമൻ. യെഹെസ്കേൽ 12:22 വേണം ഇട്ടുകൊടുത്തോ, അവർ വായിച്ചോട്ടെ. യെഹെസ്കേൽ 12:22 മനുഷ്യപുത്രോ, കാലം നീണ്ടുപോകും, ദർശനം ഒക്കാതെ പോകും എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? ദൈവം പറയുന്നു, ദർശനം ഒക്കത്തില്ല, പ്രവചനം നടക്കത്തില്ല, പറഞ്ഞത് സംഭവിക്കത്തില്ല. ദൈവം എന്നോട് പറയുന്നു, അത് ആ പഴഞ്ചൊല്ല് ദൈവം നിർത്തലാക്കും. ഇന്ന് രാത്രി അത് നിർത്തലാക്കും. യഹോവേ, നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ഇതാകുന്നു. യഹോവേ, നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ഇതാകുന്നു. എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ആഗ്രഹത്തെ ദൈവം പ്രോമിസാക്കി മാറ്റോ. നിന്റെ ആഗ്രഹത്തെ ദൈവം വാഗ്ദത്തമാക്കി മാറ്റോ. പുറകിലിരിക്കുന്ന സഹോദരി, പുറകിലിരിക്കുന്ന കുഞ്ഞ്, ആമേ, ദൈവദാസന്മാരെ, ഇന്ന് രാത്രി പ്രതികരിച്ചോ. നിന്റെ വാഗ്ദത്തം ഇന്ന് രാത്രി அதை ഉറപ്പിക്കുക. ആരോ പറഞ്ഞു അത് നടക്കത്തില്ലെന്ന്, ദർശനം ഒക്കത്തില്ലെന്ന്, അത് ചുമ്മാതാന്ന് എന്ന് ദൈവം പറയുന്നു. ആ പഴഞ്ചൊല്ല് ദൈവം ഇന്ന് രാത്രി സ്റ്റോപ്പ് ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ദൈവം പറഞ്ഞു, ദർശനത്തിനൊരു സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. ഈ രാത്രി ഈ ആമൻ ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവോ ആ കൂടാരങ്ങളിൽ, ആ വീടിനകത്ത് ഒരുപക്ഷെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടാകും. ഒരുപക്ഷെ പ്രാർത്ഥന മുറിയിലിരുന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ടാകും. എവിടെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിലും ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് അരുളപ്പാട് പറയുന്നു. യെസ്, നിങ്ങളുടെ ആഗ്രഹം ദൈവം പ്രോമിസാക്കി മാറ്റും. ആ പ്രോമിസ് തന്ന ദൈവം വിശ്വസ്തൻ, അവൻ അവിടെ എത്തിക്കും. വിശ്വസിക്കുന്നവരാമേൻ പറ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. അവിടെ കുടികളിൽ നിന്ന് ഞാൻ അവരെ കയറ്റും. രോഗത്തെ ഭാരപ്പെടുന്ന, പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്ന, വാഗ്ദത്തം ഡിലേ ആകുന്ന എല്ലാവരുടെ മേലും ഇന്ന് രാത്രി വിടുതലിന്റെ കരം അവിടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവിന്റെ നാമം ചൊല്ലി, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.